വിജിലൻസ് സവിശേഷതകൾ, മെഷീൻ ലേണിംഗ് മോഡലുകൾ, അത് ഓരോ മാസം കഴിയുന്തോറും ഇത് വീണ്ടും വീണ്ടും അവിടെ ലേണിംഗ് നടത്തി ഇതിൻ്റെ കഴിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മെഷീൻ ലേണിംഗ് വരുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ നമുക്ക് മോശമായിട്ടുള്ള ഇപ്പോൾ ബാങ്കിങ്ങിനും ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും. അതുപോലെ മൈൻഡ് ബ്രിഡ്ജ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈൻഡ് ബ്രിഡ്ജ് എയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ലെഡ്ജർ ഡേറ്റയിൽ അനോമലി കണ്ടെത്താനായിട്ട്, അപ്പോൾ എ ഐ അടിസ്ഥാനമായിട്ടുള്ള ഡേറ്റ വിശകലനം, അപ്പോൾ റിസ്ക് സ്കോറിങ്, അപ്പം ഓഡിറ്റർമാർക്ക് സംശയാസ്പദമായ ഇടപാടുകളുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരാനായിട്ട് ഇത് വളരെ, അപ്പോൾ ഇത് മനുഷ്യർക്ക് കാണാനാകാത്ത പാറ്റേണുകൾ പോലും ഇത് കണ്ടെത്തി നമുക്ക് സജസ്റ്റ് ചെയ്തു തരും. അതുപോലെ തന്നെ നമുക്ക് ഈ കേസ് വെയർ എന്ന് പറയുന്നൊരു എ ഐ ഉണ്ട്. അത് ഓഡിറ്റ് ഡേറ്റ അനലറ്റിക്സ് നടത്തുക എന്നുള്ളതാണ്. അവിടെ ഡേറ്റ സെറ്റുകൾ ഭംഗിയായിട്ട് അനാലിസിസ് ചെയ്ത് അതിൻ്റെ പ്രക്രിയയുടെ ഒരു കൃത്യത, ഓതൻറ്റിസിറ്റി, അപ്പോൾ ഡേറ്റ അധിഷ്ഠിതമായ പല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ഒരു മാനേജ്മെൻറ്റ് ടൂളായിട്ടൊക്കെ ഉപയോഗിക്കാനും കൂടെ പറ്റുന്നുണ്ട്. ഈ ആർട്ടറിക്സ് എന്ന് പറഞ്ഞ എ ഐ ഉണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ അനലറ്റിക്സ് ഓട്ടോമേഷനാണ് കൂടുതലും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡേറ്റ ബിൽഡിങ്, അഡ്വാൻസ്ഡ് അനലറ്റിക്സ്, ഈ വലിയ സ്ഥാപനങ്ങൾക്ക് ഡേറ്റ സയൻറ്റിസ്റ്റുകളുടെ സഹായത്തോടു കൂടി വളരെ സങ്കീർണമായ ഡേറ്റ പോലെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ജനറലി ഉപയോഗിക്കുന്നതാണ് പവർ ബി ഐ. അപ്പോൾ ഡാഷ്ബോർഡുകളും ഇൻസൈറ്റുകളും, അപ്പോൾ റിയൽ ടൈമായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടാനായിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്തെടുക്കാനായിട്ടും മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ വെൽ ഇൻഫോംഡ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ ഫൈനാൻഷ്യൽ ഡേറ്റയെ നമുക്ക് വിവിധ രൂപത്തിൽ അവതരിപ്പിക്കുന്ന. അപ്പോൾ എ ഐ റിപ്പോർട്ടിംഗ്, നമുക്കിത് എ ഐ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ആൻഡ് FE&A എന്ന് പറയുന്നൊരു ഫോർകാസ്റ്റിംഗ് ടൂളുണ്ട്. നല്ലൊരു ഇതാണിത്. അപ്പോൾ ഡേറ്റ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഓട്ടോമേഷൻ, എക്സൽ ഇൻ്റഗ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഫോർകാസ്റ്റിംഗ് നടത്താനായിട്ട്, മാനുവൽ റിപ്പോർട്ടിങ് നമുക്ക് സമയം അത് മാറ്റിയിട്ട് നമുക്കെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേന ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എയുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് സവിശേഷതകൾ, വളരെ പ്രഡിക്റ്റീവ് അനലറ്റിക്സ്, സിനാരിയോ പ്ലാനിങ്, പിന്നെ ഭാവിയിലെ സാമ്പത്തിക പദ്ധതികൾ നമ്മൾ പ്ലാൻ ഇടുമ്പോൾ മികച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ നല്ല ഇൻപുട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫാദം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, KPI ഡാഷ്ബോർഡുകൾ, അതിൻ്റെ സവിശേഷതകളെന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ പ്രകടന വിശകലനം, ബിസിനസ് വളർച്ചയെക്കുറിച്ചുള്ള നിരീക്ഷണം നമുക്ക് നടത്താനായിട്ട്, വിവരണം, പ്രധാന മാനദണ്ഡങ്ങളെ വ്യക്തമാക്കി കാണിക്കും. പിന്നെ ജിറാവ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. ജിറാവിൻ്റെ പ്രവർത്തനം ഒരു ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആണ്. ബഡ്ജറ്റിങ്, പ്ലാനിങ്, പിന്നെ നമ്മുടെ ഗ്രോത്ത് സ്ട്രാറ്റജി ഉണ്ടാക്കാനായിട്ട്, അപ്പോൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ആ ഗോളിലേക്ക് തന്നെ പോകാനായിട്ട് സഹായിക്കാനായിട്ട്, സജ്ജീകരിക്കാനായിട്ട് അതിനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ പ്ലാൻഫുൾ എന്ന് പറയുന്ന AI ഉപയോഗിക്കുന്ന ഒരു എൻ്റർപ്രൈസസ് ഒരു വളരെ സവിശേഷതകളുള്ളതാണ്. അഡ്വാൻസ് റിപ്പോർട്ടിംഗ്, പ്ലാനിങ് ഉപയോഗം വലിയ സ്ഥാപനങ്ങളിൽ നമുക്കത് വിവരണത്തിന് വേണ്ടിയും വളരെ വലിയ ഡേറ്റയും പ്ലാനിങ്ങും ഏകീകരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് AI പ്രൊഡക്ടിവിറ്റി, ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് പലതുണ്ട്. അപ്പോൾ ഈ ChatGPT തന്നെ നമുക്ക് ഈ പ്രവർത്തനത്തിനകത്ത് നമുക്കത് നോട്ടീസുകൾ, നടപടികൾ, വിശകലനങ്ങൾ ഒക്കെ തയ്യാറാക്കാനായിട്ട്, ഇപ്പോൾ സ്വാഭാവികമായ ഭാഷ, ഏത് ഭാഷ നമുക്ക് അറബിയിലേക്ക് മാറ്റണമെങ്കിലോ, പിന്നെ ഉള്ളടക്കം നമുക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ, ഡ്രാഫ്റ്റിങ്, ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള വിവരണങ്ങൾ, പഴയ ലാഭം, ആശയവ്യക്തത, ഇങ്ങനെയുള്ള വളരെ വേഗത്തിലുള്ള പ്രതികരണം. പിന്നെ അതുപോലെ തന്നെ വളരെ മെഗായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൈക്രോസോഫ്റ്റ് കോപൈലറ്റ്. അതിപ്പോൾ സംതിങ് യൂണിവേഴ്സ് എന്നുണ്ട്. അപ്പോൾ എക്സലുമായിട്ടൊക്കെ അത് നന്നായിട്ട് വർക്ക് ചെയ്യും, വേഡ് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഡാറ്റ അനലറ്റിക്സിന് വളരെ
ഇതാണ് നമുക്ക് എക്സ്പെർട്ട് അല്ലാത്തവർക്ക് പോലും ഡാറ്റ അനലിസിസിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓഫീസ് പ്രവർത്തനത്തിലാണെങ്കിലും ശരി, വിവരണങ്ങൾ, പിന്നെ ഉൽപ്പാദനക്ഷമത, എഫിഷ്യൻസിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊന്ന് ജനറലി യൂസ്ഡ് ആണ് നോഷൻ AI പ്രവർത്തനം. നോളജ് മാനേജ്മെൻ്റ് ആണ്, SOP ഓട്ടോമേഷനാണ് അതിനകത്ത് കൂടുതലും. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ നമുക്ക് ഡാറ്റാബേസ്, അപ്പോൾ പിന്നെ AI ഉപയോഗിച്ചിട്ട് ടീം മാനേജ്മെൻറ്റ്, വിവരണങ്ങൾ, അറിവുകൾ ക്രമീകരിച്ച് സ്ഥാപനത്തെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക്. പിന്നെ സാപ്പിയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സാപ്പിയറുടെ ഈ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ വളരെ സവിശേഷമാണ്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ വിവിധ ആപ്പുകളെ നമുക്ക് തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് 10-20 ആപ്പുകളെ വേണേൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രവർത്തന ജോലികൾ. അപ്പോൾ ഈ ബന്ധപ്പെടുത്തുന്നതിനാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഹെൽപ്പോടെ പ്രധാനമായിട്ടും AI എക്സ്പേർട്ടുകളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ നമ്മൾ ഇതിനകത്ത് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഓട്ടോമേറ്റ് ചെയ്യുന്ന കാര്യക്ഷമത, അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന കൂടാതെ ഇവരൊരു സഹായം കൂടെ ആകുമ്പോഴത്തേക്ക് ഇൻ്റർ ഡിസിപ്ലിനറി കപ്പാസിറ്റിയിൽ ഇൻഗ്രോമാറ്റ് എന്ന് പറയുന്ന ഇൻഗ്രോമാറ്റ്, അപ്പോൾ അതിൻ്റെ ഒരു ടൂളിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻസ് എല്ലാതുമായിട്ട് കോംപ്ലക്സ് ഓട്ടോമേഷൻസിനെല്ലാം ഒന്നിച്ചാക്കാനായിട്ട്, സങ്കീർണതകളുള്ളതിനെ ഒന്നിച്ചാക്കാനായിട്ട്. കാരണം ഓരോന്നിനും ഓരോ എക്സ്പെർട്ടൈസ് ആണല്ലോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിതിനകത്ത് ലോയുടെ കൊടുത്തിട്ടുണ്ട്, ലോയേഴ്സിനുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചില കാര്യങ്ങൾ എങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഉപയോഗിക്കണം, ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ കൂടുതൽ സ്മാർട്ടായിട്ടുള്ള പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്, പ്രോജക്റ്റുകൾ എഴുതി കൊടുക്കാനായിട്ട്, പിന്നെ നമ്മൾ AI ഫോർ പിന്നെ ഈ കോർപ്പറേറ്റ് കംപ്ലയൻസസിന് MCA ഗുരു എന്ന് പറഞ്ഞിറങ്ങുന്നുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് സാധാരണഗതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഈ ROC ഫയലിങ്, ഡ്യൂ ഡേറ്റ് ട്രാക്കിങ്, പിന്നെ ഓട്ടോമാറ്റിക് അലേർട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനായിട്ട്. അപ്പം പല രീതിയിൽ അത് നമുക്ക് പിന്നെ ഉപകരിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് ശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ എഫിഷ്യൻസി, അപ്പം 80% മാനുവൽ വർക്കുകൾ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ ഇന്ത്യ ഫയലിംഗ് പ്ലാറ്റ്ഫോം, ഇത് നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. കമ്പനി രജിസ്ട്രേഷൻ മുതൽ GST രജിസ്ട്രേഷൻ വരെ, ഇല്ലെങ്കിൽ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ. അപ്പം ഒരുപാട് സവിശേഷതകൾ നമുക്ക് ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കാനായിട്ട് ഒക്കെ ആയിട്ട്, ബിസിനസ്സുകാർക്ക് നല്ല സേവനങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ നിയമ നടപടികളും നമുക്ക് ഒരിടത്തും തന്നെ കൊടുക്കാനായിട്ട് പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നു. വിവിധ പ്രൊഫഷണലുകൾ കൂട്ടിമുട്ടുന്ന, പിന്നെ ഈ വക്കീൽ സെർച്ച് കംപ്ലയൻസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഒത്തിരി ഫേംസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നിയമപരവും സാമ്പത്തികവുമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും, മാനേജ്മെൻറ്റ് കംപ്ലയൻസസും എല്ലാം. അപ്പോൾ AI അലേർട്ടുകളും ഫയലിങ്ങും ഇപ്പോൾ പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സാധനം ചില പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്നത്, നമ്മൾ ഇത് പാലിച്ചില്ലെങ്കിൽ എത്ര വലിയ ഫൈൻ വരുന്നു, കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ആന്ത്രപ്രണർക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്യും, സ്ട്രെസ്സ് ഒത്തിരി ട്രിഗർ ചെയ്യും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതൊക്കെ നമുക്ക് നേരിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. SME സ്ഥാപനങ്ങൾക്ക് ഈ ഔട്ട്സോഴ്സിങ് സേവനങ്ങൾ കൊടുക്കാനായിട്ട്, നിയമപരമായിട്ടുള്ള അപകട സാധ്യതകൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ, അത് കുറയ്ക്കാനായിട്ട്. ഇനി ലെക്സ് കംപ്ലൈ എന്ന് പറയുന്ന ഒരിതുണ്ട്. അപ്പോൾ റെഗുലേറ്ററി ടാസ്കിംഗ് ആണ് അതിൻ്റെ സവിശേഷത. അലേർട്ടുകൾ, നിയമത്തിൻ്റെ അപ്ഡേറ്റുകളും വന്നു കഴിഞ്ഞാൽ മാറ്റം അപ്പം തന്നെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാം. പിന്നെ ക്ലയൻറ്റിൻ്റെ സ്ഥാപനത്തിൽ നമുക്ക് പലപ്പോഴും നിയമപരമായ മാറ്റങ്ങൾ ഉടൻ തന്നെ അറിയിക്കാനായിട്ടും സ്മാർട്ട് ടൂളുകൾ അവരെ ഉപയോഗിച്ചുകൊണ്ട്. കംപ്ലൈ കറോ AI ഉണ്ട്. അതിനകത്താണെങ്കിലും ശരി, ഈ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കംപ്ലയൻസസ് കാലണ്ടർ, അതിൻ്റെ സവിശേഷതകൾ, ഡെഡ് ലൈനുകൾ, വർക്ക് ഫ്ലോയ്. അപ്പോൾ ഇത് CFMകൾക്ക് വളരെ സെൻട്രലൈസ്ഡ് നിയന്ത്രണം നടത്താനായിട്ട്. അപ്പോൾ ഇത് മൊത്തം പഠിച്ചിട്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നത് അത് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ടും. അപ്പോൾ ഒരുപാട് ക്ലയൻസിൻ്റെ ഡെഡ് ലൈൻ നമുക്ക് ഇത് ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതിൻ്റെ തലവേദന നമുക്കൊട്ട് വരത്തില്ല. നമ്മൾ അസിസ്റ്റൻറ്റിനെ പറഞ്ഞേൽപ്പിച്ച് അയാൾ മറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ഈ ഡോക്യുമെൻ്റ് പ്രോസസ്സിങ്ങിനായിട്ടും OCRൻ്റെ ഇൻ്റലിജൻസൊക്കെ ആയിട്ട് ഈ റോസം എന്ന് പറയുന്ന AIയുടെ പ്രവർത്തനം. അപ്പോൾ പിന്നെ ഡാറ്റ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ടും സെൽഫ് ലേണിംഗ് തന്നെ നടത്തിക്കൊണ്ട് ഉയർന്ന കൃത്യത, ബൾക്ക് ഇൻവോയ്സ് പ്രോസസ്സിങ്ങിനകത്തൊക്കെ വളരെ
മനുഷ്യൻ്റെ ഇടപെടൽ ഇത് വളരെ കുറച്ച് അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് പഠിക്കുന്നതനുസരിച്ച് നമ്മളെ പയ്യെ കുറച്ച് കൊണ്ടുവന്ന് സീറോയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നാനോ നെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻറ്റ് ഡോക്യുമെൻറ്റ് പ്രോസസ്സിംഗ് ആണ് അതിനകത്ത്. അതിൻ്റെ സവിശേഷത നോക്കുമ്പോഴത്തേക്കും GST ഇൻവോയ്സ്, എക്സ്ട്രാക്ഷൻസ്, API ഇൻ്റഗ്രേഷൻസ്, അക്കൗണ്ട് പേയബിൾ ഓട്ടോമേഷൻസ്, ഇനി ഡോക്യുമെൻറ്റേഷനിൽ ഡേറ്റ അതാത് സമയത്ത് നമ്മൾ ശേഖരിച്ച് നമുക്ക് വളരെ ലളിതമായി നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ അബ്ബി ഫ്ലെക്സ് ക്യാപ്ചർ എന്ന് പറയുന്ന അതും OCRൻ്റെ, കാരണം പഴയ രേഖകളൊക്കെ അങ്ങനെയാണല്ലോ കിടക്കുന്നത്, കൃത്യത, ഡേറ്റ വേർതിരിച്ച് നമുക്ക് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനായിട്ട് നമുക്ക് കിട്ടാനായിട്ട്. അപ്പം നമുക്ക് വളരെ സങ്കീർണമായ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് വളരെ ബുദ്ധിമുട്ടില്ലാതെ വളരെ ക്ലിയറായിട്ട് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡോക് ഹൊറൈസൺ എന്ന് പറയുന്ന, അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ്, ചിലവ്, അതിൻ്റെ പ്രോസസ്സിങ്, ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഉപയോഗം, ട്രാവൽ എക്സ്ട്രാക്ഷൻസ് മാനേജ്മെൻറ്റ്, ചിലവുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഫ്ലൂയിഡായിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക്. ഇനി ഹൈ പാറ്റോസിൻ്റെ നോക്കുമ്പോഴും നമുക്ക് വളരെ ഓട്ടോണമസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോസസ്സ് എൻഡ് ടു എൻഡ് ചെയ്യാൻ പറ്റും. വലിയ സ്ഥാപനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ട് ഇത് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് CFAMകൾക്ക് അത് അഡ്വൈസ് ചെയ്ത് കൊടുത്ത് സഹായകരമാകും. അടുത്തതായി നമുക്ക് നോക്കുമ്പോഴത്തേക്കും AI ഉപയോഗിച്ചിട്ടുള്ള കോൺട്രാക്റ്റ്, ലീഗൽ നോട്ടീസ്, ലീഗൽ ഡ്രാഫ്റ്റിങ്, ഹാർവി എന്ന് പറഞ്ഞൊരു AI ഉണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ്സ് ഉപയോഗിക്കുന്നത് കൂടാതെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ്സ് ഉപയോഗിക്കുന്ന വേറെ ഞാൻ തന്നെ ഇട്ടിരിക്കുന്ന അഡ്വക്കേറ്റ്സിന് വേണ്ടി മാത്രമുള്ള ലോയേഴ്സിനായിട്ടുള്ള AI അത് നോക്കിയാൽ കിട്ടും. അപ്പം ഹാർവി എന്ന് പറഞ്ഞ ഹാർവി AI, അപ്പോൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ട്രാക്റ്റിങ്, അതിൻ്റെ ഗവേഷണങ്ങൾ, കരാറുകൾ തയ്യാറാക്കാനായിട്ട്, അപ്പോൾ അതിൻ്റെ നിയമപരമായ വിശകലനം, പിന്നെ അതുപോലെ തന്നെ നോട്ടീസുകൾ, MOU തയ്യാറാക്കാനായിട്ട്, അഭിഭാഷകർക്ക് വിവരണങ്ങൾ കൊടുക്കുക, ഇങ്ങനെയുള്ള പിന്നെ CMമാരും അഭിഭാഷകരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഡോക്യുമെൻറ്റുകളൊക്കെ വളരെ വേഗത്തിൽ തയ്യാറാക്കി കൊടുക്കാനായിട്ട് സഹായിക്കുന്നു, പ്രത്യേകിച്ച് ലിറ്റിഗേഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ലൂമിനൻസ് എന്ന് പറഞ്ഞൊരു AI ഉണ്ട്. അതും പ്രധാനമായിട്ടും കരാറുകളുടെ വിശകലനം, പാറ്റേൺ റെക്കഗ്നിഷൻ, ഡ്യൂ ഡിലിജൻസ്. അപ്പം ഡ്യൂ ഡിലിജൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് താമസിച്ച് പോകുന്നുണ്ട് കിട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. കരാറുകളിലുള്ള അപകടങ്ങൾ, ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു കരാർ കൊടുത്തു. അപ്പോൾ കൊടുത്തിട്ട് എനിക്കാണെന്ന് നോക്കാനുള്ള ഫുള്ളിരുന്ന് വായിച്ചു നോക്കാനുള്ള സമയമില്ല. പക്ഷേ എനിക്കതിനകത്ത് റിസൾട്ട് വന്ന് 2 ആസ്പെക്ട്സ് അതിനകത്ത് പറഞ്ഞിട്ടില്ല. 2 ആസ്പെക്ട്സോടെ ഉൾപ്പെടുത്തിയിട്ട് കൺക്ലൂഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ആ 2 ആസ്പെക്ട്സ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരത് വീണ്ടും റീഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് അവർ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ അത് 100% AIക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നവരത്ത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് കിറ സിസ്റ്റംസ് എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റുകൾ റിവ്യൂ ചെയ്യാനായിട്ട്, ഓട്ടോമേഷൻ ചെയ്യാനായിട്ട്, പ്രോജക്റ്റുകൾ തയ്യാറാക്കാനായിട്ട്, അപ്പോൾ ക്ലോസുകൾ പലതും എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട്, വലിയ കരാറുകളെ പരിശോധിക്കാനായിട്ട്, ആ ലിമിറ്റേഷനകത്ത് ഡെഡ്ലൈനകത്ത് നിന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോർട്ട് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതാണ് ഇതിനകത്ത് സൂട്ടബിൾ എന്നുള്ളത് ജസ്റ്റ് ഇതിനെക്കുറിച്ച് നോക്കിയാലേ മനസ്സിലാകാനായിട്ട് പറ്റുള്ളൂ. ക്ലയൻറ്റ് മാനേജ്മെൻറ്റ്, കരാർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ കരാറുകാരുടെ മുഴുവൻ ജീവിത ചക്രങ്ങൾ, നേരത്തെ ഉള്ള കാര്യങ്ങൾ, ഹിസ്റ്ററി, ഇതെല്ലാം നമുക്ക് അതിനകത്തോടെ എടുക്കാനായിട്ട്, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. മറ്റൊന്നുണ്ട് സ്പെൽ ബുക്ക് AI എന്ന് പറയുന്നത് ഒരു ഡ്രാഫ്റ്റിംഗ് അസിസ്റ്റൻ്റാണ്. അപ്പോൾ അതിനകത്ത് ലീഗൽ ആൻഡ് ടാക്സ് ഡോക്യുമെൻറ്റേഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്, കരാറുകൾ തയ്യാറാക്കാനായിട്ട്. അപ്പം ഇപ്പോൾ ഒരുപാട് ക്ലയൻസിനൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫോർമാറ്റുകളിനകത്ത് മാറ്റമില്ല. പലപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടൻസും കമ്പനി സെക്രട്ടറിയും കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഒരു പരാതി പറയാറുണ്ട്. അപ്പം ചിലത് റിഡൻഡൻ്റ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാനായിട്ടും ഒരു യൂണിഫൈഡ് സിസ്റ്റം ഉറപ്പാക്കാനായിട്ടും പറ്റും. കനോപ്പി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, AI ഉണ്ട്. അതൊരു ടാക്സ് പ്രാക്ടീസ് മാനേജ്മെൻറ്റാണ് അതിനകത്ത് പറഞ്ഞ്. CRM വർക്ക് ഫ്ലോ ഓട്ടോമേഷനുണ്ട്. അപ്പോൾ ഒരു ക്ലയൻറ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് ആ ക്ലയൻറ്റുമായിട്ട് നല്ല ബന്ധത്തിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവിടെ പിന്നെ പ്രവർത്തന നിയന്ത്രണം ഉറപ്പായിട്ട് നമ്മളല്ല നമ്മുടെ സ്റ്റാഫാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ.
പിന്നെ ജെറ്റ് പാക്ക് വർക്ക് ഫ്ലോ എന്ന് പറയുന്ന AI പ്രവർത്തനം, ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് ഫ്ലോയുടെ ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ CFAMകൾക്ക് അത് പിന്നെ ഒരുപാട് സ്ഥലത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ക്രമീകരിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മാംഗോ പ്രാക്ടീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന, അപ്പോൾ അതും ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബില്ലിംഗ് ഓട്ടോമേഷനാണ് അതിനകത്ത്. ഇപ്പോൾ ക്ലയൻറ്റ് പ്ലസ് ബില്ലിംഗ് ഓട്ടോമേഷനാണ്. അങ്ങനെ ഇൻവോയ്സൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ടും ചെറിയ സ്ഥാപനങ്ങൾക്കൊക്കെ ഇത് സാമ്പത്തികമായിട്ട് നമുക്ക് നിയന്ത്രണ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ടൊരു നല്ല ടൂളാണിത്. പിന്നെ ഈ ഫിനാൻഷ്യൽ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന, ഫിനാൻഷ്യൽ സെൻസ് എന്നാണ് അതിൻ്റെ പേര്, വർക്ക് ഫ്ലോ, ഡെഡ് ലൈൻസ് ട്രാക്കിംഗ്, ടാസ്ക് റിമൈൻഡേഴ്സ്, ഈ ടീം മാനേജ്മെൻറ്റിനെ കൊണ്ടുപോകാനായിട്ടും ഒക്കെ നമുക്ക് വളരെ ഈ പിന്നെ ഡെഡ് ലൈനുകൾ നഷ്ടപ്പെടാതെ അതിനകത്ത് തന്നെ കാര്യങ്ങൾ ഉറപ്പാക്കാനായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫിക്സി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങൾക്കുള്ള ഓട്ടോമേഷനാണ്, ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾസായിട്ട്. പിന്നെ സോളോ പ്രാക്ടീഷേഴ്സ് അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ലളിതമായ ഉപയോഗത്തിലൂടെ നമുക്ക് വളരെ കാര്യക്ഷമത നേടാനായിട്ട് സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലയൻറ്റ് എൻഗേജ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻറർകോം എന്ന് പറയുന്ന ഒരു AI ഉണ്ട്. അപ്പോൾ അത് ചാറ്റ് ബോട്ടാണ്. അപ്പോൾ ഉപയോഗിച്ച് ക്ലയൻറ്റിൻ്റെ ആശയവിനിമയം, അപ്പം റൊട്ടീൻ കാര്യങ്ങളെല്ലാം അത് പറഞ്ഞു കൊടുത്തോളൂ. ഒരാൾക്ക് കൊടുത്താൽ മതി. നമുക്ക് 5000 ക്ലയൻറ്റ് ഉണ്ടെങ്കിലും അവർക്കെല്ലാം ചാറ്റ് ബോട്ട് കൊടുത്തോളും. ലൈവ് ചാറ്റ് ബോട്ടാണ്. അപ്പം അത് അവരിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൊടുത്താൽ മാത്രം നമുക്ക് റെഫർ ചെയ്യത്തുള്ളൂ. CFAMകൾക്ക് ഇത് 24/7 ഇത് ആൾക്കാർക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്ന, ഉടൻ തന്നെ എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും മറുപടി കിട്ടുന്ന, എനിക്ക് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മറുപടി കിട്ടും. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ്, അപ്പോൾ ഒരു കോൺവെർസേഷൻ AI ആണ്. ചാറ്റ് ബോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബുക്കിംഗ്, സെയിൽസ് ഇൻ്റഗ്രേഷന്, പുതിയ ക്ലയൻറ്റുകളെ നമുക്കതിനകത്ത് ഉപകാരപ്പെടുത്താനായിട്ട്, വെബ്സൈറ്റിൽ കിട്ടുന്ന വിവരങ്ങൾ ഇതിലോട്ട് അവരെ AI ഉപയോഗിച്ച് അവരെ കണ്ടെത്താനായിട്ട്, അവരുടെ പുറകെ നമ്മൾ സന്ദേശങ്ങളുമായിട്ട് പോകാനായിട്ട്, മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇനി ഈ ടിഡിയോ എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ടുണ്ട്, ഓട്ടോമേഷൻ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ AI വെച്ചുള്ള പ്രതികരണങ്ങൾ ചെറിയ CA പ്രാക്ടീസുകളിലൊക്കെ നിങ്ങളുടെ പേരിൽ തന്നെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വാട്സപ്പിൽ കൂടെ അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ കയറുമ്പോൾ അപ്പോൾ തന്നെ അത് കിട്ടും, അല്ലാതെ അവർക്ക് കിട്ടും. അവരോട് ചോദിക്കുക, അതിലില്ലാത്തത് മാത്രം നമ്മൾ നേരിട്ട് ചെയ്താൽ മതി. ഫ്രഷ് ഡെസ്ക് AI ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റ് ടിക്കറ്റിങ് അതിൻ്റെ ഓട്ടോമേഷൻ, അപ്പോൾ പിന്നെ അതുപോലെ സോർട്ട് ചെയ്യുക, മുൻഗണന നിർമ്മിക്കുക, ഇങ്ങനെയുള്ള വലിയ ക്ലയൻറ്റുകളെ, അങ്ങനെയുള്ള ബേസുള്ള ക്ലയൻറ്റുകളെ ഇത് ചെയ്യണം. അവരുടെ കോറികൾ നമ്മളൊക്കെ അത് ചെയ്തെടുക്കുക. ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ ക്ലയൻസിന് കൊടുക്കുക, ബിയോണ്ട് ചാർട്ടർ അക്കൗണ്ട് എന്നുള്ളതുപോലെ. പിന്നെ ഇപ്പോൾ അടുത്തിടയ്ക്ക് വളരെ ഇതായിട്ട് വരുന്നത് സോഹോ ഡെസ്ക് AI എന്ന് പറയുന്നത്, അത് ഒത്തിരി സ്ഥലത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തിടയ്ക്ക് അത് വന്നതാണ്. കസ്റ്റമർ സപ്പോർട്ട് ഓട്ടോമേഷനുണ്ട്. ഒരു AI അസിസ്റ്റൻ്റാണ്. നോളജ് ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ. അപ്പോൾ ഒരു മിഡിൽ സ്ഥാപനങ്ങൾക്കൊക്കെയാണ്. ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾക്ക് പലതിനും അപ്പം തന്നെ പരിഹാരം, നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. പിന്നെ AI ഡാറ്റ അനലിറ്റിക്സിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡാറ്റ അറിയാമല്ലോ, നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ടാബ്ലോ AIയുടെ പ്രവർത്തനം. ഇപ്പോൾ പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ചെയ്യാനായിട്ട് നല്ല സ്ഥാപനങ്ങൾ നടത്തുമ്പോഴെല്ലാം നമുക്ക് ഈ മാനേജ്മെൻറ്റ് ടൂൾ വേണം. ഡാറ്റ വിഷ്വലൈസ് ചെയ്യാനും AI ബേസ്ഡ് ഇൻസൈറ്റ്സ് കൊടുക്കാനായിട്ടും ഡാറ്റ സെറ്റുകൾ വിശകലനം ചെയ്യാനായിട്ടും അപ്പോൾ വിവിധ വിവരണങ്ങളും ഡേറ്റയൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നതുകൊണ്ട് നമുക്ക് ഈ കൺസൾട്ടൻസി മേഖലയിൽ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ആ സമയത്ത് റൊട്ടീൻ കാര്യങ്ങളെല്ലാം നമുക്ക് AIക്ക് കൊടുത്തുകൊണ്ട് ഇടയ്ക്കോ അപ്പോൾ ഇതൊരു 1 ഇയർ കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങളിൽ തറവാകുന്നത്. പിന്നെ തോട്ട് സ്പോട്ട് എന്ന് പറയുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ സെർച്ച് ഡ്രിവൺ AI അനലറ്റിക്സ് ഉണ്ട്. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് ക്വറീസൊക്കെ വന്നാൽ ഡേറ്റയിൽ നിന്ന് ഉടൻ ഉത്തരങ്ങൾ കണ്ടെത്തുക, അത് വിവരങ്ങൾ കൊടുക്കുക. അപ്പം ഒട്ടും അറിവില്ലാത്തവർക്കും ഡാറ്റ വിശകലനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വളരെ സഹായകരമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ക്ലിക്ക് സെൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ക്ലിക്ക് സെൻസിനകത്ത് ഡാറ്റ വിഷ്വലൈസേഷൻ പറ്റും. അപ്പോൾ അതിനകത്ത് പിന്നെ അസോസിയേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ മോഡൽ കിട്ടും. അപ്പോൾ
പിന്നെ ബിസിനസ് ഇൻസൈറ്റുകൾ കൊടുക്കാനായിട്ട് വ്യത്യസ്തമായിട്ട് ഡേറ്റ സോഴ്സുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. അപ്പോൾ സമഗ്രമായിട്ടുള്ളൊരു ഡേറ്റ അനാലിസിസ്. പിന്നെ സാസ് എ ഐ എന്ന് പറഞ്ഞിട്ട് സാസ് എ ഐയുടെ ഈ ഫ്രോഡ് മുതലായ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് അനലറ്റിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവൻ അഡ്വാൻസ്ഡ് മെഷീൻ ലേണിംഗ് നമ്മളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ റിസ്ക് മുൻകൂട്ടി കണ്ടെത്തിയിട്ട് റിസ്ക് വരുന്നവരത്തേക്ക് ഇവൻ അനങ്ങാതിരിക്കും. പക്ഷേ റിസ്ക് ഉണ്ടെങ്കിൽ അപ്പോഴേ, അപ്പോൾ അത് റിസ്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ സഹായിപ്പിക്കും. പിന്നെ റാപ്പിഡ് മൈനർ എന്ന് പറയുന്നൊരു ഇതുണ്ട്, നല്ല ടൂളാണ്. പ്രെഡിക്റ്റീവ് മോഡലിംഗ് ആണ്. അപ്പോൾ ഡേറ്റ മൈനിങ് മെഷീൻ ലേണിംഗ് ടൂളായിട്ട് നമുക്ക് ഫൈനാൻഷ്യലായിട്ട് പ്രവചനങ്ങളൊക്കെ നടത്താനായിട്ട്, ഭാവി പ്രവണതകളൊക്കെ മനസ്സിലാക്കി നമുക്ക് പിന്നെ ബിസിനസ് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ബാങ്കിങ്ങുമായിട്ടുള്ള റിക്കൺസിലിയേഷനും ക്യാഷ് ഫ്ലോയിലൊക്കെ നമുക്ക് ക്യാഷ് ബുക്ക് എ ഐ എന്ന് പറഞ്ഞൊരു എ ഐ ടൂളുണ്ട്. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒരു റിയൽ ടൈം ട്രാക്ക് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാങ്കുകളൊക്കെ ഓവർ ചാർജ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇത് പിടിച്ചോളും. ദിനം പ്രതി സാമ്പത്തിക ഇടപാടുകളെല്ലാം ഇവൻ കൃത്യമായിട്ട് സൂക്ഷിച്ചോളും. നമുക്ക് ഏതെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് എടുത്ത് തരും നമുക്ക്. പിന്നെ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരിതുണ്ട്. അപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിംഗ് ബിസിനസ്സുകാർക്ക് വളരെ വേണം. അത് സിനാരിയോ പ്ലാനിങ്, അടുത്ത വർഷങ്ങൾ എങ്ങനെയായിരിക്കും, പലരും സ്ട്രെസ് അനുഭവപ്പെട്ടു പോകുന്നത്, സാമ്പത്തിക നിയന്ത്രണം, വിവരണം, പ്രവാഹം, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കൊടുക്കാനായിട്ട് പലപ്പോഴും ബിസിനസ് കൺസൾട്ടിങ്ങിൽ നമ്മൾ നേരത്തെ പോലെ ചെയ്തുകൊണ്ടിരുന്നൊരു ഏരിയ എന്നാണ്. പിന്നെ ഹൈ റേഡിയസ് എന്ന് പറയുന്നൊരു ട്രഷറി ഓട്ടോമേഷൻ നമുക്ക്, അപ്പോൾ ഒരു AI ഡ്രിവൺ കളക്ഷൻ കൺട്രോൾ സിസ്റ്റം. വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ പണം ശേഖരിക്കാനൊക്കെ ആയിട്ട് ബാധ്യതകളുണ്ടെങ്കിൽ ഇത് വരാനായിട്ടുള്ള നിയന്ത്രണം, ഈ കാര്യങ്ങളെല്ലാം പിന്നെ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ബ്ലാക്ക് ലൈൻ എന്ന് പറഞ്ഞ് ഒരു ഫൈനാൻഷ്യൽ ക്ലോസ് ഓട്ടോമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് റിക്കൺസിലിയേഷൻ വളരെ നല്ലതാണ്, ഓട്ടോമേഷൻ നല്ലതാണ്. അപ്പോൾ സമാനമായിട്ടുള്ള പിന്നെ ഫൈനാൻഷ്യൽ ക്ലോസിംഗ് എല്ലാം അക്കൗണ്ടിങ് പ്രക്രിയയൊക്കെ വളരെ വേഗത്തിലാക്കി പ്രാവർത്തികമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഏരിയയാണ്. ഇനി റെക്കൺ ആർട്ടും ഈ ബാങ്ക് റിക്കൺസിലിയേഷനാണ് പ്രധാനമായിട്ടും. സവിശേഷതകൾ എപ്പോഴും മാച്ച് ചെയ്തുകൊണ്ടിരിക്കും. വലിയ ഡേറ്റ ആണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ബാങ്ക് ഇടപാടുകളിൽ നമുക്ക് വളരെ കൃത്യമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ടൂളിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമാണ്. പിന്നെ മാർക്കറ്റിങ്ങിന് AI ക്ലയൻറ്റ് അക്വിസിഷനൊക്കെ ഉപയോഗിക്കുന്നത് ജാസ്പർ AI. അപ്പോൾ അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്, കാര്യക്ഷമത, കോണ്ടൻറ്റ് ജനറേഷൻ, ഇപ്പോൾ ബ്ലോഗ്, സോഷ്യൽ മീഡിയ. അപ്പം ഓഡിറ്റ് ഫേംസിനാണെങ്കിലും നമ്മുടെ പ്രസൻസ് അറിയിക്കണം, സംശയങ്ങൾക്ക് മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം, നമ്മുടെ ബ്രാൻഡ് വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഈ നമ്മുടെ എത്തിക്കലായിട്ടുള്ള ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് കോപ്പി AI ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രൊപ്പോസൽ ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വളരെ സവിശേഷതയാണ്. അപ്പോൾ സെയിൽസ് കോപ്പി ജനറേഷൻ, ക്ലയൻറ്റ് പ്രൊപ്പോസലുകൾ, ആകർഷകമായ പ്രൊപ്പോസലുകൾ തയ്യാറാക്കാനായിട്ട് ChatGPT ഒക്കെ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ സർഫർ SEO അത് നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാനായിട്ടാണ്. കീവേഡ് വെച്ചിട്ട് അനാലിസിസ് ചെയ്ത് അപ്പോൾ വെബ്സൈറ്റിനെ നമുക്ക് റാങ്കിങ് ചെയ്യാനായിട്ടും ഓൺലൈൻ ദൃശ്യത വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഹബ്സ്പോട്ടിൻ്റെ AI അത് വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ മിനിമം ഉള്ളത് എടുത്താലും മതി. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട്, ലീഡ് ട്രാക്ക് ചെയ്യാനായിട്ട്, ഈവൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അത് ഉപയോഗിക്കാം. ഇമെയിൽ ഓട്ടോമേഷന്, ക്ലയൻറ്റ് മാനേജ്മെൻറ്റിനുള്ള വിവരം, പിന്നെ ക്ലയൻറ്റുകളെ നേടാനും നിലനിർത്താനും സഹായിക്കുന്ന, ക്ലയൻറ്റ് ഡേറ്റ ക്യാപ്ചർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന. പിന്നെ ഈ പൈപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു AI ഉണ്ട്. അപ്പോൾ അത് സെയിൽസ് പൈപ്പ് ലൈന് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്, ഡീൽ ട്രാക്ക് ചെയ്യാനായിട്ട്, അധികകാലമായിട്ട് ശ്രദ്ധിക്കാതെ കിടക്കുന്നതൊക്കെ ഇത് പൊക്കിയെടുത്ത് തരും. സെയിൽസ് മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ വിൽപ്പന പ്രക്രിയ ക്രമീകരിച്ചിട്ട് കുറച്ചുകൂടെ റവന്യൂ വർദ്ധിക്കാനായിട്ട്, വിജയസാധ്യത വർദ്ധിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാടെണ്ണം ഉണ്ട്. ഞാനിപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പിന്നെ ഇത് മനസ്സിലാക്കിയിട്ട് തുടങ്ങുക. അപ്പം ആദ്യത്തെ ഈ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഡിജിറ്റൽ ലിറ്ററസി കൊടുത്തതിന് ശേഷമായിരിക്കും AIക്കകത്തോട്ട് വരുന്നത്. എന്നിട്ട് ഇതൊരു 5-6 മാസം കൊണ്ട് നമുക്ക് നല്ല വലിയ രീതിയിൽ വിപുലമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ മേഖലയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നവരെ നമുക്ക് ആവശ്യമുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ. അപ്പോൾ അവരുടെ സഹായവും നമ്മൾ എന്തായാലും ഈ ഒരു
വാട്സപ്പിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയയ്ക്കുക. മറ്റ് സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പ്രൊഫഷണൽ ഫ്രട്ടേണിറ്റിക്കും ഇത് കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്.